ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു ദണ്ഡകാവനം തന്നിൽ. 14 കഴിയുവോളവും വേണം താനും അതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞിലേതും പുനരെന്തിനായെഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ, പങ്കജാവിലോചനേ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനയനാം രാക്ഷസ രാജാവു ഞാൻ, ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിൻമൂലമതിന്നു നീ പോരേണം മയാ സാഗം. ലങ്കയാം രാജ്യം വാനൂർ നാട്ടിലും മനോഹരം, കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം, താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും, അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതീ ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ, ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ. സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു, കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം. തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം 20 മഹാഭുജം. അഞ്ജനശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവ പത്നിയെയും തേരതിയിലെടുത്തു വെച്ച ആകാശമാർഗേ ശീഘ്രം പോയി ദൂതശാസ്യനും. ആഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യബ്ധേ, ആഹാ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരാം. ജടായു രാവണ യുദ്ധം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരാമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ഠതിഷ്ഠാഗ്രേ മമ സ്വാമി തൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ. പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഘൃഷ്ടരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രുദ്ധരാജനെപ്പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനിലക്ഷുബ്ധമായി ചമയുന്നിതദ്രികളിളകുന്നു വിദ്രുമാമതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറിമുറിഞ്ഞു വശം കെട്ടു. തീക്ഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനം ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നോരു രാത്രി ചാരീന്ദ്രനപ്പോൾ. ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ ഇക്ഷിതി തന്നിൽ വീണാനക്ഷമനായിട്ടവൻ. രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മീദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണാദിക്കു നോക്കി. മറ്റൊരു തേരിലേറിത്തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനില്ലുറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർക്കുഴലിയാം ജാനകീദേവി താനും. ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായെന്നു. പൃഥ്വീപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വീമണ്ഡലമകന്നാശുമേൽ പോട്ടുപോയാൾ. അശോകവനിൽ സീതാനിവേശനം. അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ, നീ എന്നെയുപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടൊരു ആരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാദയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ,
ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിതോ കാലം. പ്രാണവല്ലഭ പരിത്രാഹിമാം ജഗൽപദേ. കൗണപാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ. സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസാ മഹാസത്വവാരിധേ നാഥ. ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാനതു നേരം. വൃദ്ധിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയാമഴിച്ചുതൻ. ഉത്തരീയാർദ്ധഖണ്ഡം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ യോഗം വരികെന്ന ഗതാരിൽ. സ്മൃത്വ കീഴ്പോട്ടു നിക്ഷേപിച്ചതു സീതാദേവി മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞീലതുമപ്പോൾ. അബ്ധിയുമുത്തീര്യതൻ പത്തനം ഗത്വാ തൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകകാനനദേശേ. ശുദ്ധഭൂതലേ മഹാശിംശപാതുര തരൂമൂലേ. ഹൃദ്യമാരായ നിജരക്ഷോ നാരികളെയും നിത്യവും പരിപാലിച്ചു കൊൾകെന്നുറപ്പിച്ചു തൻ്റെ വസ്ത്യവും ഉൾപ്പുക്കു വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകീദേവി പാതിവ്രത്യമാശ്രിത്യ വസിച്ചിടിനാളതു കാലം. വസ്ത്രകേശാദികളും എത്രയും മലീനമായി വക്ത്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും. രാമരാമേതി ജപധ്യാനനിഷ്ഠയ ബഹുയാമിനീ ചരകുലനാരികളുടെ മധ്യേ. നീഹാരശീതാതപവാദപീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാഗതംഗമുൾക്കൊണ്ടു മായാ സങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്തു. സീതാന്വേഷണം. രാമനും മായാ മൃഗാവേഷത്തെ കൈക്കൊണ്ടോരു കാമരൂപിണം മാരീചാസുരാമെയ്തു കൊന്നു. വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ പരവേഷദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞില്ലല്ലോ പരമാർത്ഥം ഇക്കാലം ഇവനെയും വഞ്ചിക്കെന്നതേ വരൂ. രക്ഷോ നായകൻ കൊണ്ടുപോയതു മായാ സീത. ലക്ഷ്മി ദേവിയെയുണ്ടു മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചു കൊള്ളൂ ഞാനും പ്രകൃതൻ എന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ. രക്ഷോ നായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ. അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ. അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായ അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതു. മായാ മാനുഷനാകുമെന്നുടെ ചരിതവും മായാ വൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തനപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെപ്പോലെ എന്ന ഗതാരിൽ. നിർണയിച്ചവരജനോടരു ചെയ്തിടാൻ പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും. കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകാജാതികൾക്കെന്തോന്നരുതാത്തതോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ആഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം മഹാരാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവനാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു. സത്വരം ചെന്നു രക്ഷിക്കെന്നെന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചൊന്നേൻ. എന്നതു കേട്ടു ദേവി പിന്നെയോ മുര ചെയ്താൾ എന്നോടു പലതരമിന്നവയെല്ലാം ഇപ്പോൾ. നിന്തിരു മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണി എന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി. നിന്തിരു മലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ.
എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ, നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ. രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ചുട ജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാൻ ഞാങ്കുലപ്പെട്ടു രാഘവൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ആഹാ വല്ലഭേ സീതേ, ആഹാ മൈഥിലീനാഥേ, ആഹാ ജാനകീദേവി, ആഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ, ധന്യേ നീ വെളിച്ചത്തു വന്നിടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം, പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. യുദ്ധമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു, സത്വരം നീളെത്തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവദൃക്സവേശ്വരൻ സർവജ്ഞൻ സർവാത്മാനം, സർവകാരണാനേകൻ അചലൻ പരിപൂർണൻ, നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ, നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ. മായ മനുഷ്യഭാവേന ദുഃഖിച്ചീടിനൻ, കാര്യമാനുഷൻ മൂഢാത്മാക്കളെയൊപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായ്കയാൽ. ജടായു സദ്ഗതി. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ. ശസ്ത്രശാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയോ മടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണെടോ കുമാരാ നീ. തന്വങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരം അഴിഞ്ഞ ചെർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം, അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുധാനനി കിടക്കുന്നതത്ര നീ കണ്ടീലയോ. കൊല്ലുവാനിവന് ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം. വിത്രസ്തഹൃദയനായ പക്ഷിരാജനും ചൊന്നാൻ, വധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ. മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ തന്നെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശെ പോകുന്നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു, മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ. വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ, പുഷ്ടവേദനയോടു ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയാകൻ, ഇന്ദിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കണമെന്നെ കൃപയാ കൃപാനിധേ, തൃക്കഴാലിണ നിത്യമുൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടു നാഥൻ, ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ. തൃക്കൈകൾ കൊണ്ടു തലോടിയിടിനാനവനുടൽ, ദുഃഖാശ്രു പ്ലുത നയനത്തോടും രാമചന്ദ്രൻ. ചൊല്ലഹോ മമ വല്ലഭ വൃത്താന്തം നീ എല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണാദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും, ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടുകൊണ്ടിരിക്കവേ ബദ്ധമറ്റിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതു ഭവൽ കൃപാ പാത്രമാകയാലഹം പുണ്യപൂരുഷ പുരുഷോത്തമാദയാനിധേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാമായ മാനുഷരൂപി. സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം. അന്ത്യകാലത്തിങ്കലി വണ്ണം കാണായ മൂലം ബന്ധവും മറ്റു മുക്തനായേ ഞാനിന്നു നൂനം. ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധുക സുമസമതൃക്കരതലം തന്നാൽ. ബന്ധുവത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ.
ഇന്ദിരാപതി യതു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ. കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശനാൽ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രൻ്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗസീംനി ചേർത്തിട്ടുത്തര കാര്യാർത്ഥമായി സോദരനോട് ചൊന്നാൻ. കാഷ്ടങ്ങൾ കൊണ്ടു വന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണമഗ്നി സംസ്കാരത്തിനു വൈകിയിടാതെ. ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ. തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചു തകക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതിയുണ്ടാവാൻ പിത്രർത്ഥമായി പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനതു കൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരാമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസുരം ഭാനു സന്നിപം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശംഖാരിഗത പത്മാമകുട പീതാംബരാദ്യങ്കിതാരൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു. മുനികളാൽ തേജസാ സകല ദിവ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധാഗാത്രത്തോടു മുയരെ കൂപ്പി തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. ജടായുസ്തുതി. അഗണ്യഗുണമാദ്യമവ്യയപ്രമേയമഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. മഹിതാമട കടാക്ഷവിക്ഷേപിത താമരശുജം മഹിതാവധി സുഖാമിന്ദിരാമനോഹരം ശ്യാമളം ജടാമകൂടോജ്വലം ചാപശര കോമളാകരാംബുജം പ്രണതോസ്മ്യഹം രാമം. ഭുവനകമനീയരൂപമീഡിതം സദാരവിഭാസുരാഭീഷ്ടപ്രദം ശരണം. സുരപാദപമൂലരചിതാനിലയനം സുരസഞ്ജയ സേവ്യം പ്രണതോസ്മ്യഹം രാമം. ഭവകാനനദവദഹനനാമധേയം ഭവപങ്കജ ഭവമുഖദൈവതം ദേവം ധനുജാപതി കോടി സഹസ്രാവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം. ഭവഭാവനാദൂരം ഭഗവത് സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗര തരണാഗ്രിപോതകം നിത്യം ഭവനാശായ നിശം പ്രണതോസ്മ്യഹം രാമം. ഗിരിശാഗിരിസുധാഹൃദയാംബുജാവാസം ഗിരിനായകാധരം ഗിരിപക്ഷാരി സേവ്യം സുരസഞ്ജയ ധനുജേന്ദ്രസേവിതാപാദം സുരഭമണിനിഭം പ്രണതോസ്മ്യഹം രാമം. പരതാരാർത്ഥ പരിവർജിത മനീഷിനാം പരപുരുഷ ഗുണഭൂതിസന്തുഷ്ടാത്മനാം പരലോകൈകാഹിത നിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം. സ്മിതസുന്ദരാവികസിതവക്ത്രാംഭോരുഹം സ്മിതഗോചരസിതാംബുദകളേവരം സിതപങ്കജചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം. ജലപാത്രൗഘസ്ഥിത രവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം. വിധിമാധവ ശംഭൂരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശാമുനിജനാമസ്തുതാമവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം. മന്മഥശതകോടി സുന്ദര കളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം. സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി. അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോപരം സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടു ഒരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. കബന്ധശാപമോക്ഷം.
പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്ത വക്ഷസീവദനവും യോജന ബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം വക്ഷസി വക്ത്രം കാലും തലയുമില്ല താനും. രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ തമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ച തദ്ഭുജ മധ്യസ്ഥന്മാരായതു കുമാര നാം കൽപ്പിതം ധാതാവിനാൽ എന്തെന്നാൽ അതും വരും. രാഘവാനേവം പറഞ്ഞിടിനോരനന്തരമാകുലമകന്നോരു ലക്ഷ്മണാരുവ ചെയ്താൻ. പോരും വ്യാകുല ഭാവം എന്തിനീ വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണാഭുജം രാമൻ. ലക്ഷ്മണൻ വാമാകരം ഛേദിച്ചാൻ അതു നേരം. രക്ഷോ വീരനുമതി വിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മദ്ഭുജങ്ങളെ ഛേദിച്ചിടുവൻ ശക്തന്മാരായി ഭുവനത്തിങ്കലാരുമുണ്ടായില്ലതിൻ കീഴിൽ. അത്ഭുതാകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേൻ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബദ്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടനരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമൻ എന്നല്ലോ നാമം. സോദരാനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നേരമതി മായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ ഭീഷണ വേഷത്തോടും പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. ആരടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറകെന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ കബദ്ധനും. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം. നിന്തിരുവടി തന്നെ മുന്നിലാം മാറു കാണായി വന്നൊരു നിമിത്തമായി. ദിവ്യനായിരിപ്പോരു ഗന്ധർവനഹം രൂപ യൗവനാദർപ്പീതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ. അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചതു ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി പോകെന്നാൽ തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോക്ഷദൻ ദശരഥ പുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കുന്നാൾ. വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ. താപസ ശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്യുവീനെ പാഞ്ഞടുത്ത തീരുഷ ശതകോടിയാൽ തലയറുത്തു ശതമഖൻ. വജ്രമേറ്റിട്ടും മമ വന്നീല മരണമദബ്ജ സംഭവൻ മമ തന്നോരു വരത്തിനാൽ. വധ്യനല്ലായിക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്രേ. വൃത്തിക്കു ശക്രാജ്ഞയ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൻ. വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും ഉത്തമോത്തമ രഘുനായകാദയാനിധേ. വന്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യ മാർഗമൊക്കവേ ചൊല്ലിയിടുവൻ. മേദിനി കുഴിച്ചതിൽ ഇന്ധനങ്ങളുമിട്ടു വീതിഹോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും. തത്രൈവ കബദ്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങുദ്ധിതനായി കാണായി. ദിവ്യവിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം. രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം. മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദ വിവശനായി.
കോൾമയിർ കൊണ്ടു ഗദ്ഗദാക്ഷരാവാണികളം കോമളപദങ്ങളെ സ്തുതിച്ചു തുടങ്ങിനാൻ. കബദ്ധസ്തുതി. നിന്തിരുവടിയുടെ തത്വമിതാരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളേണം. അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയവിലക്ഷണം. ദൃഗ്രൂപമേകമന്യ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മകമാകയാലജ്ഞാനികൾ എങ്ങനെയറിയുന്നു മാനസവ്യതിരിക്തം അങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം. നിർവികാരബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാക്കിയ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതോ വിരാട് പുരുഷാനതിസ്ഥൂലം. ഭാവനാവിഷയമായൊന്നതോ യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വാദ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയാമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാഥതേ ഗുൽഫലം നാഥതേ ഗുൽഭം രസാതലവും തലാതലം ചരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഉരുകാണ്ഡങ്ങൾ തവ വിതലമതലവും ജഘനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം. കണ്ഠദേശം തേ മഹർലോകമെന്നറിയണം തുണ്ടമായതു ജനാലോകമെന്നതു നൂനം. ശംഖദേശം തേ തപോലോകമങ്ങതിന്മീതെ പങ്കജ യോനിവാസമാകിയ സത്യലോകം. ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗൽപ്രഭോ സത്താമാതൃക മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായതു വന്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ. ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷകൾ യമനല്ലോ നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ. ഹാസമായതു മോഹകാരിണി മഹാമായ വാസനാസൃഷ്ടിസ്തവ പാങ്കമോക്ഷണമല്ലോ. ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ. സപ്തസാഗരങ്ങൾ നിൻകുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാഡികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേരോമങ്ങളാകുന്നതും ദക്ഷണം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവാരേതസ്സെന്നറിയണം. പുഷ്ടമാമഹീമതി കേവലജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷാരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാ മുക്തി. നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീ ഈ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ. ഇക്കാലമിതിൽക്കാളും മുഖ്യമായിരിപ്പോ നിധിക്കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസാവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേഷുകരം ജഡാൽ വക്കലാം വിഭൂഷണം കാനനേ വിജിന്വന്തം ജാനകീം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം. മനസ്സേ വസിപ്പതിന്നായലം ചിന്തിക്കുന്നേൻ മഹനുവംശോത്ഭൂതനാം ഭഗവാൻ നമോ നമ. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചുകൊണ്ടു കാശ്യം സന്തതമിരുന്നരുളിടുന്നു മുക്ത്യർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം. രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവോ പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ. മൂഢന്മാർ ഭവത്തത്വമെങ്ങനെയറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേ.
രാമഭദ്രായ പരമാത്മനെ നമോ നമ. രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ. പാഹി സൗമിത്രസേവ്യ പാഹി മാം ദയാനിധേ. നിന്മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായ കമ്പുജാവിലോചന സന്തതം നമസ്കാരം. ഇത്തമർത്ഥിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനോ മരുൾ ചെയ്തു. സന്തുഷ്ടനായ തവ സ്തുത്യാ നിശ്ചയ ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലെടൂ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. ഭക്തനാം നിനക്കഥപ്പതനാമിനി വരാ. ഇങ്ങനെ വരാം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുമ്പിലാം മാറൂ കാണാം മതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്വിനി. ത്വൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്നു കണ്ട വൃത്താന്തം ചൊല്ലും അവൾ അവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ശബര്യാശ്രമപ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാമനത്തൂടെ മന്ദമന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമാമകം ബുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാ സമ്പതിച്ചിതു പാദാംബോരു യുഗത്തിനാൽ. സന്തോഷപൂർണാശു നേത്രങ്ങളോടും അവൾ ആനന്ദം ഉൾക്കൊണ്ടു പാദ്യാർഘ്യസനദികളാലെ പൂജിച്ചു തൽ പാദതീർത്ഥാഭിഷേകം ചെയ്തു ഭോജനത്തിനു മൂലഫലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരും രാജനന്ദനന്മാരും. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ.